ആബ്സെന്റാ. ആബ്സെന്റ് നീയാ? വലിയ ആബ്സെന്റ്, ടീച്ചർ ആബ്സെന്റാ. ഓ 10 ദിവസം വരില്ല. അതപ്പോ വീക്കിലി ഒരു ദിവസം തുറക്കുള്ളല്ലേ? ആ വീക്കില് ഒരു ദിവസം. സൂപ്പർ. ബാക്കി 6 ദിവസം ക്ലാസ്സില്ല. വേറെ ഒന്നുണ്ട്, മറ്റന്നാളെ നമ്മള് പുതിയൊരു സാധനം കൂട്ടിയിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്യണ വാസുണ്ട്. എന്ത് സാധനം കൊണ്ടുവരുന്നെന്ന് പറ. അത് ഞാൻ സീക്രട്ട് ആണ്, അത് ഞാൻ പറയില്ല. അത് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരാം. ഉദ്ഘാടനം ചെയ്ത് തന്നെ. സ്റ്റാൻഡേർഡ് സാധനം ആയിരിക്കണേ, അപ്പ സാധനം നമുക്ക് പറ്റൂല. ഇല്ല ഇല്ല ഇല്ല, സ്റ്റാൻഡേർഡ് സാധനം. ഓക്കെ ഉസ്മാനെ. ചന്ദ്രൻ വിളിക്കണം. പിള്ളേരൊക്കെ കേട്ടില്ല. പിന്നെ വീടാകുമ്പോ ടോയ്ലറ്റ് ഉണ്ടാവൂലേ? ഒറ്റക്കിട്ടിട്ട് പോയ പിന്നെ നിന്നെ ഞാൻ കൂടെ കൊണ്ടുവരാ. നീ എന്റെ മോനാ? എനിക്ക് അച്ഛനില്ല. എല്ലാരും ഞാൻ ഇതായിട്ട് നോക്കണോ? കക്കൂസിലാണോന്ന് ചോദിച്ചായിരുന്നു. ഇപ്പൊ അടിച്ചേനെ അവനെ. ഹലോ, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞേ. സുഖം 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 സുഖം. ഞാനൊരു മീറ്റിങ്ങിന് പോകണം. 4 പേരെ പറ്റത്തുള്ളൂ. നമുക്ക് വെള്ളോട്ട് വെക്കാം. എനിക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് വാസവന്റെ കല്യാണത്തെ പറ്റി എന്താണ് എന്റെ അഭിപ്രായം? അല്ല അന്ന് ഒന്ന് ശരിക്കും കല്യാണം നടത്താൻ പോയിട്ട് ഒരുമാതിരി അല്ലാണ്ട് ഞാൻ പറഞ്ഞ വാസവന്റെ സിംഗിൾ ഒരാളെ പ്രേമിക്കണം കെട്ടണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. എനിക്കങ്ങനെ ആഗ്രഹമില്ല ഇപ്പൊ. അന്നല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ? നിന്റെ അച്ഛനോട് പറഞ്ഞു, ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞു. നിന്റെ ഒരു പെണ്ണ് കെട്ടാൻ പോയതിന്റെ അവളെ നമ്പർ പരിപാടിക്ക് പോവാണ്. സുഖമാണോ? നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമൊന്നുമില്ല അണ്ണാ. അതെന്ത് അതെങ്ങനെ? ഞാൻ ടിവിയുടെ ശത്രുക്കളൊക്കെ എങ്ങനെയാണ് നിന്റെ ശത്രുക്കളാവണേ? ലഘൂകരിച്ച പരിപാടി. നീ വാറിന്റെ ഇടയ്ക്കൊക്കെ ഓരോന്ന് കോക്രയും ഒക്കെ കാണിച്ച് സൈഡിൽ നിൽക്കുന്നതിന്റെയാണ് നിനക്ക് ഈ അടിയൊക്കെ കിട്ടുന്നത്. നീ എന്തിനാ ചെയ്യണേ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഈ കോൾ കൂടെ ഞാൻ വിളിക്കാം. എന്നാ ഞാൻ എന്റെ എങ്ങനെയാണ് എന്റെ ഇതൊന്നും നോക്കട്ടെ. രജിസ്ട്രേഷൻ കഴിച്ചായിരുന്നു. ഓ ഇല്ലടാ, നീ ഊട്ടി കൊടുക്കിനി രാത്രി. വെള്ളമൊക്കെ കുടിക്കണം. ചൂടാണേ ഇപ്പൊ. മൂത്രം കുടിക്കാം, വെള്ളമല്ല. ജോക്കി പറ, എന്തോ പറയാനുള്ള ജോക്കിക്ക് പറയാനുള്ള. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണൊന്ന് വെക്കാൻ പറ ജോക്കി. വെള്ളം കുടിച്ചോ, മൂത്രം ഒഴിച്ചോ, അപ്പിയിട്ടോ? ഇതെനിക്ക് നിന്റെ അടുത്ത് ഒറ്റക്കായിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് ഞാനിപ്പോ കഴിഞ്ഞിട്ട് പറയാം. വണ്ടി വെറുതെ വന്ന് എത്തി നോക്കല്ലേ ചന്ദ്രബോസ്? എത്തി നോക്കല്ലേ പ്ലീസ്. ഇത് ഒറ്റ കാര്യം പറയാനുള്ളതാണ്. നമ്മൾ പറഞ്ഞേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. കേക്ക് ഇല്ലേ? കേക്കയുടെ കൂടെ ഒരു യാസ്മിൻ ഇല്ലേ? യാസ്മിൻ നമ്മളന്ന് മറ്റേ പരിപാടിക്ക് ജീവൻ കൊടുത്ത് നിൽക്കാൻ നേരം കേക്കയുടെ മുമ്പിൽ തോക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നത് യാസ്മിൻ ഉണ്ടല്ലോ. സ്വന്തമായിട്ട് നോക്കി നടത്താനും പറ്റത്തൊന്നുമില്ല. നിനക്കാണെങ്കിൽ മറ്റേ അണ്ടിക്കച്ചവടം, തോക്ക്, മറ്റേത് മറിച്ചത്, പിള്ളേരെ നോക്കണം, എന്തൊക്കെ പരിപാടികളില്ലേ? അപ്പൊ ഞാൻ ഇരിക്കുന്നിരിപ്പി ഇത് നമ്മൾ തമ്മിലുള്ള സംസാരമാണ്. ഇത് ആരടുത്ത് സംസാരിക്കാൻ പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ കുത്തിരി അങ്ങനല്ല, ചുമ്മാ എന്റെ മോനെ ഒച്ചയ്ക്ക് കുണ്ടി തട്ടുമ്പോ ഒരു സുഖം കിട്ടാൻ വേണ്ടിട്ട് ഇരിക്കാൻ പറഞ്ഞതാണ്. ഞാനൊരു PA വെച്ചാലോ ഇങ്ങനെ ആലോചിച്ചു. ആയിട്ട് എന്റെ ഒരു അഭിപ്രായം പറയണെങ്കിൽ ജോക്കി, മാങ്ങാകോടുണ്ട് നല്ലൊരു പയ്യൻ. അവനാണ് ഫുൾ ടൈം. എനിക്കാണെങ്കിൽ വേറെ ആരുടെയും PA ആവാൻ താല്പര്യമില്ല. അണ്ണൂന്റെ ആവുമ്പോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറഞ്ഞു. ഞാൻ എക്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഹലോ വില്ലുമോൻ ഇപ്പം കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ ഇവിടെ നിന്ന് വരാൻ പറ്റാത്തൊരിതായി പോയതാ. അയ്യോ ഞാൻ എന്തായാലും ലൂസിയുടെ നമ്പർ, പുതിയ നമ്പർ സേവ് ചെയ്യാം. ഓക്കെ, ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ലൂസിയ മൈ തേർഡ് ലവ്.